ദിവസങ്ങളുടെ പ്രസിഡന്റാണ്, നേതാവാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച രാവിലാണ് നാം ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാസവും കൂടിയാണ്. ഏത് മാസം? ഏതാ മാസം? ഏത് മാസം എന്ന് ഓർമ്മയില്ല. റജബ്. റജബുൻ ഷഹറുല്ലാഹ്. റജബ് അല്ലാഹുവിന്റെ മാസമാണെന്ന് ഹബീബായ തങ്ങൾ പറയാ. അപ്പോ ശഅബാനി അള്ളാന്റെ മാസമല്ലേ? അതേപോലെ റമളാൻ അല്ലാഹുവിന്റെ മാസമല്ലേ? അതേപോലെ ശവ്വാൽ അല്ലാഹുവിന്റെ മാസമല്ലേ? അപ്പൊ ഈ മാസത്തിന് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, റജബ് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ്. ആ റജബിന്റെ വെള്ളിയാഴ്ച രാവാണ്. അൽഹംദുലില്ലാഹ്, ഞാനും നിങ്ങളും ഈ ഫക്കീറക്കട്ടെ ഇവിടെ കുറെ ഫക്കീർമാരുണ്ട്. ഫക്കീർക്കട്ടയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അല്ലാഹു ഹബീബായ മുത്തായ തങ്ങളെ കാണുന്ന രീതിയിൽ ഈ മജ്ലിസിനെ അല്ലാഹു ആക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, രണ്ട് സ്വർഗാണ് ഹബീബായ തങ്ങൾ ദുനിയാവിൽ പഠിപ്പിച്ചു തന്നത്. ഒന്ന് മജ്ലിസുൽ ഇൽമി, റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒരു സ്വർഗം ഏതാണ്? അത് ഇൽമിന്റെ മജ്ലിസ്. ആ മജ്ലിസിൽ ഇരുന്ന് ഒരു ഇൽമ് പഠിച്ചാൽ അത് റൗളത്തും മിൻ റിയാദിൽ ജന്ന, അത് സ്വർഗമാണ്. രണ്ടാമത്തെ സ്വർഗം ഏതാണ്? മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ ഖബറിന്റെയും എന്റെ മിംബറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലം, ആ സ്ഥലം സ്വർഗത്തോപ്പാണ്, സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ മദീനയിൽ പോണ്ടേ? ആ സ്വർഗത്തിൽ എത്തണമെങ്കിൽ ധാരാളം സ്വർഗമാകുന്ന ഈ ഇൽമിന്റെ മജ്ലിസിൽ നാം ഇരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളൊക്കെ ആരെന്ന് കൈവന്തിച്ച് എടേ റസൂലുള്ളാഹിന്റെ ചാരത്ത്. അപ്പോ നിങ്ങൾ ആരും ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണ്ട. അത് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഞാൻ വേഗം നിർത്തും. ഇപ്പൊ സമയത്ത് ഇൻഷാ അല്ലാഹ് ഈ മാസം വല്ലാത്ത അത്ഭുതത്തിന്റെ മാസമാണ്. അത്ഭുതങ്ങളുടെ കലവറകളാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ആകാശം, ആകാശം കണ്ടിട്ടുണ്ടോ? എവിടെ കാണാന്? ഈ കാണുന്നത് ആകാശം. ആര് പറഞ്ഞു ആകാശമെന്ന്? ഈ കാണുന്നത് ആകാശാണ്. അല്ലാഹു അഅലം. നിങ്ങളൊരു ഫ്ലൈറ്റിൽ കയറിയിട്ട് മേലോട്ട് പോയാൽ താഴെ നോക്കുമ്പോൾ നമ്മൾ ഭൂമി കാണുന്നത് ആകാശം പോലെയാണ്, അല്ലേ? നമ്മൾ 7 ആകാശമുണ്ട്. ആ 7 ആകാശവും എവിടെയാണ്? ആ ആകാശത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്ര ചെയ്തത് ആരാണ്? നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെ വരുന്ന ഒരുപാട് അമ്പിയാക്കൾ, ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കൾ, ആ അമ്പിയാക്കൾ മുഴുവനും തന്റെ റബ്ബാകുന്ന അല്ലാഹുമായി അടുക്കാൻ അവർ കൊതിച്ചിട്ടുണ്ടായിരുന്നു, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഭൂമി
ലോകത്ത് വെച്ചിട്ട് ഒരാൾക്കും ഒരു അംബിയാഇനും ഒരു ഔലിയാഇനും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. ഈ ഫക്കീറിനെ കട്ടയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അല്ലേ? അള്ളാഹിനെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇത് പാട്ടിന്റെ ഇത് വെക്കല്ല മോനെ, നമ്മളെ വലിച്ചിടും. അള്ളാഹുവിനെ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഇല്ല. ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബേ നിന്നെ കണ്ടുമുട്ടണം, നിന്നെ കാണണം, നിന്നോട് സംസാരിക്കണം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞപ്പോ തൂരി സീനാ പർവ്വതത്തിന്റെ മുകളിലേക്ക് വാ, ഇല്ലേ? ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കണ്ടിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം, അല്ലാഹുവിന്റെ നൂറ് തജല്ലി, അതിൽ നിന്നുള്ള ഒരു കിരണം പോലും കാണാൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ശക്തി ഉണ്ടായില്ല. വഖറ മൂസാ സൈഖാ എന്ന് വിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ബോധരഹിതനായി വീണുപോയി. എന്നാൽ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്? കലീമുല്ലാഹ്, അല്ലാഹുവിന്റെ കലീമാണ് മൂസാ നബി അലൈഹിസ്സലാം. അതേപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ചങ്ങാതിയാണ്, അല്ലേ? നഗനിക്കൽ എന്താ പറയാ? ചങ്ങായി. എന്തിരേ ചങ്ങായി? ആ, ചങ്ങാതിയാണ്. എന്നാൽ എന്റെ കൂട്ടുകാരൻ എന്നർത്ഥം, അല്ലെ? ചങ്ങാതി എന്ന് പറഞ്ഞാൽ എന്ത്? എന്റെ അടുത്ത്, എന്റെ പിരുസത്തിന്റെ എന്റെ അടുത്ത് ഉള്ള ആളാണ് ഖലീലുല്ലാഹ്, ചങ്ങാതിയാണ്. കലീമുല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനോട് സംസാരിച്ച മഹാനാണ് മൂസാ നബി അലൈഹിസ്സലാം. എന്നാൽ ഹബീബായ തങ്ങളാരാണ്? ഹബീബുല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്റെ ആളാണ്, അല്ലാഹു സ്നേഹിച്ച ആളാണ്. ഒരാള് സ്നേഹിക്കല് എങ്ങനെ? ഒരാള് മറ്റൊരാളെ നോക്കണം. നിങ്ങൾ ഉറങ്ങരുത്. ഉറക്കരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉറക്കരുന്നുണ്ടോ? ഇല്ല. വയത് നിർത്തണം എന്ന് പറയുന്ന ആള് കൈവന്തിച്ച്, നിർത്തണ്ട എന്ന് പറയുന്ന ആളൊന്ന് കൈവന്തിച്ച് നോക്കട്ടെ. എല്ലാരും ഉറക്കിലോ? ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഒരാള് മറ്റൊരാളെ സ്നേഹിക്കൽ എന്തുകൊണ്ടാണ്? കണ്ണുകൊണ്ടാ? ആണോ? നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാ ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കൽ? എങ്ങനെയാ? കണ്ണുകൊണ്ട്, ഇല്ലേ? അല്ല, നാവ് കൊണ്ടോ? അല്ല, ഒരാളുടെ സ്നേഹം അവന്റെ ഹൃദയമാണ്. അവന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റവന്റെ ഹൃദയത്തിലേക്ക് എന്റെ ശരീരമെന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏത് എന്ന് ചോദിച്ചാൽ അവന്റെ കണ്ണല്ല, അവന്റെ തലയല്ല, അവന്റെ കാലല്ല, അവന്റെ കൈയല്ല, അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അലാ വഹിയൽ ഖൽബ്, അത് അവന്റെ ഹൃദയമാണ്, ഹാർട്ടാണ്. ഒരാളെ മറ്റൊരാളെ സ്നേഹിക്കുന്ന ഖൽബാണ്.
ആ ഖൽബാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ ഖൽബാണ് ഹബീബായ തങ്ങൾ എന്ന് ആരാ പഠിപ്പിക്കുന്നത്? ഈ രാജ്യത്തിലെ പ്രധാനമന്ത്രിയല്ല, ലോകം ഭരിക്കുന്ന രാഷ്ട്ര നേതാക്കളല്ല, ഈ രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയല്ല. പറയുന്നത് ആരാണ്? എന്നെ രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിട്ട് വൈകുന്നേരമാകുന്നത് വരെ എന്നെ പോറ്റി വളർത്തുന്ന അല്ലാഹുവാണ് പറയുന്നത്. എന്റെ ഹാർട്ടാണ്, എന്റെ ഖൽബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങൾ പോയ ഒരു യാത്രയുണ്ട് ഉമ്മമാരെ, ആ തങ്ങൾ പോയ ഒരു യാത്രയുണ്ട്. ആ യാത്രയെ കുറിച്ച് ഖുർആൻ വളരെ അത്ഭുതത്തോടുകൂടി വിശദീകരിക്കുന്നുണ്ട്. ഇല്ലേ? അത് നിങ്ങൾക്കൊക്കെ അറിയും. അതിനെ കുറിച്ച് ഖുർആനിന്റെ ശൈലി എങ്ങനെയാണ്? നമ്മളൊരു അത്ഭുതം കണ്ടാ എന്താ പറയാ? ഒരു അത്ഭുതം കണ്ടാ എന്താ പറയാ? മാഷാ അല്ലാഹ് അല്ലേ? സുബ്ഹാനല്ലാഹ് പറയില്ലേ? എന്താ പറയാ? സുബ്ഹാനല്ലാഹ്. ഇവിടെ എന്താ പറയാ? അത് തന്നെയല്ലേ ഉടുപ്പി ജില്ല? ഉടുപ്പിയല്ലേ ഇത്? ഉടുപ്പി ജില്ലയല്ലേ? അല്ല മംഗളൂരു, ഉടുപ്പി. എന്നാൽ എന്താ പറയാ? വളരെ അത്ഭുതമായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ ആ യാത്രയെ കുറിച്ച് പറയുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലദീ, എന്തൊരു അത്ഭുതത്തിന്റെ വാക്കാണ്. ഒരുത്തനാണ് ഏറ്റവും വലിയ പരിശുദ്ധൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയ പരിശുദ്ധൻ. അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയെ യാത്രയാക്കി, രാപ്രയാണം നടത്തി. ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, അതേ മസ്ജിദുൽ ഹറാമിൽ നിന്ന് യാത്ര ചെയ്യുകയാണ്, യാത്രയാണം നടത്തുകയാണ്. എവിടേക്കാണ്? ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ, മസ്ജിദുൽ അഖ്സ എന്ന ഒരു പള്ളിയുണ്ട്. അല്ലാഹു അത് കാണാൻ നമുക്കൊക്കെ ഭാഗ്യം തരട്ടെ. ഈ മൈക്കിൽ കേൾക്കുന്നുണ്ടല്ലോ, അവിടേക്ക് നല്ല അടിക്കുന്നുണ്ട്. പാട്ട് പാടും പോലെയാണോ? അല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഒന്ന് അടുത്തിരുന്നാല് കൂടിയിരുന്നാല് നിങ്ങളെ കാണാൻ എനിക്ക് ചന്തം ഉണ്ടാവും. ആ കുറിച്ച് പിടിക്കറോ, അതിന്റെ മുമ്പിൽ തയ്ക്കറോ, കാണുമ്പോഴാണ് റാഹത്തിട്ട. നിങ്ങൾ ഉറങ്ങുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ? മുട്ട അടുത്ത് പേര് പേടിക്കണ്ട, നിങ്ങളെ തങ്ങൾ കൊണ്ടുപോകില്ല. കൊണ്ടുപോകില്ലല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം തരട്ടെ. ഇന്നത്തെ രാത്രി കൊണ്ട് ഹബീബായ തങ്ങളെ നമുക്ക് കാണണോ? അല്ലാഹുവേ അതിനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരുടെ മുഴുവൻ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് റബ്ബേ ഹബീബ് ഉപ്പാപ്പ മുത്തു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കാതെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ആ തങ്ങള് പോയ യാത്ര അത് മംഗലാപുരത്തിൽ നിന്ന് അതേ ബോംബെയിലേക്കുള്ള യാത്രയല്ല, അതേ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രയല്ല. അത് വല്ലാത്തൊരു അത്ഭുതത്തിന്റെ യാത്രയാണ്. ആ യാത്രയെ കുറിച്ച് ഖുർആൻ അത്ഭുതത്തോടുകൂടി പറയുകയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിൽ നിന്ന് എൻ്റെ അടിമയായ, എൻ്റെ മുത്തായ, എൻ്റെ ഹബീബായ മുത്തായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന മുത്തിനെ യാത്ര നടത്തുകയാണ്.
എവിടെ കാണിലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിന് നേരെ മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുപോകാൻ അറിയാത്തത് കൊണ്ടല്ല. ആണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയിലേക്ക് ഹബീബായ തങ്ങളെ യാത്ര ചെയ്യിപ്പിച്ചത്? മസ്ജിദുൽ അഖ്സ എന്ന പള്ളിയിലേക്ക് യാത്ര ചെയ്യിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ഇവിടെയാണ് എൻ്റെ ഉമ്മമാർ, എൻ്റെ ചെറുപ്പക്കാർ, ഇവിടെ വിദഅത്തിന്റെ കക്ഷികളില്ല. അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് നമ്മെ കാക്കട്ടെ. ഇല്ലല്ലോ, ഇവിടെ സലഫികളുണ്ടോ? സലഫിയല്ല, ഒരു ഖലഫീങ്ങളാ. ഇല്ല ഇല്ലല്ലോ, ഇല്ല. ഉണ്ടോ? അവരെ ശർറുകളെ തൊട്ട് നമ്മളെയും നമ്മളെ നാടിനെയും നമ്മളെ നാട്ടിലെ നാഖാലികളെയും അല്ലാഹു കാക്കട്ടെ. അത്രയും വലിയ ഷർറുള്ള ഒരു കൂട്ടർ അള്ളാന്റെ ഭൂമി ലോകത്തില്ല. ഇത് ഞാൻ വെറുതെ പറയല്ല. ഞാൻ ഈ മഞ്ചേശ്വരത്ത് 2 ആഴ്ച മുമ്പ് ഒരു പ്രസംഗം നടത്തി. അതില് 1982 സലഫികളുടെ മദ്രസ പാഠക പുസ്തകം എത്രയാണെന്നറിയോ? നിസ്കാരത്തിന്റെ ഫർള് 8.25 ഫർള്. എത്ര നമ്മളെ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? നിസ്കാരത്തിന്റെ ഫർള് വന്നില്ല 14 അല്ലേ? എന്നാൽ ഈ സലഫികള് 1982 ഇറക്കിയ ബുക്കില് 8.25 ഫർള്. പിന്നെ കുറച്ച് കഴിയുമ്പോ 10.25. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം, എന്റെ തെളിവടക്കമുണ്ട്. പിന്നെ 11 ഇങ്ങനെ ഒരു ഇസ്ലാമുണ്ടോ? അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് കാക്കട്ടെ. ഇസ്ലാമിനെ വികലമാക്കുന്നവർ, സിയാറത്ത് പാടില്ല എന്ന് പറയുന്നവർ, സ്വലാത്തിന്റെ മജ്ലിസ് പാടില്ല എന്ന് പറയുന്നവർ ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് വഹാബികൾ മാത്രമാണ്. അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് കാക്കട്ടെ. നിങ്ങൾക്കറിയോ, ആ വഹാബികളാണ് നമ്മളെ നാട്ടിലൊക്കെ, നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ, സലഫി അല്ലേ? മുക്കാ ഗണ്ട, ഫുള്ള് ഗണ്ടയില്ല. അല്ലാഹു അവരെ ശർറുകളെ തൊട്ട് കാക്കട്ടെ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങള് മസ്ജിദുൽ ഹറാമാകുന്ന പള്ളിയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഖുർആൻ പറയുന്നു, ബാറക്നാ ഹൗലഹു. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ പള്ളിയുടെ ചുറ്റുഭാഗത്തും ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അവിടെ വലിയ ബിൽഡിംഗ് ഉണ്ട് എന്നല്ല, വലിയ ബിൽഡിംഗ് മാളുകൾ ഉണ്ട് എന്നല്ല. അതാണോ ബറക്കത്ത്? ഇമാമിയങ്ങൾ എഴുതി വെക്കുന്നു, ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ, ഹബീബായ തങ്ങൾ അവസാനത്തെ മുത്താണെങ്കിൽ, അമ്പിയാക്കളിൽ നിന്ന് കൂടുതൽ മഹാന്മാർ കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുമാണ്. അപ്പൊ കൂടുതൽ അമ്പിയാക്കൾ കിടക്കുന്നത് എവിടെ? ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത്. അവിടുന്ന് സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഒരു യാത്ര നടത്തുന്നത്. ഇല്ലേ? ആ യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. നിങ്ങൾ മനസ്സിലാക്കണം, അത് വിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയാൻ, ഓ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ലിനുരിയഹു മിൻ ആയാതിനാ, അത് ഞങ്ങളുടെ ദൃഷ്ടാന്തമാണ്. ആ
ആ ദൃഷ്ടാന്തത്തെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആള് വേണ്ട. മിഅ്റാജ് എന്ന അത്ഭുത സംഭവങ്ങൾ നടക്കുകയാണ്. ആ മിഅ്റാജ് ഒന്നാമത്തെ ആകാശത്തിലും രണ്ടാമത്തെ ആകാശത്തിലും മൂന്നാമത്തെ ആകാശത്തിലും അഞ്ചാമത്തെ ആകാശത്തിലും അങ്ങനെ 7 ആകാശം വരെ റസൂലുള്ളാഹി തങ്ങളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെയുണ്ട്. 7 ആകാശം കഴിഞ്ഞപ്പോ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ. എന്റെ കണ്ണ് അതിന് പറ്റൂല, എന്റെ കാല് അതിന് പറ്റൂല, എന്റെ അവയവങ്ങൾ പറ്റൂല. ആരാണ് ഹബീബായ തങ്ങള് ലോകം മുഴുവനും സൃഷ്ടിക്കാൻ, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ, അല്ലാഹുമായി സംഭാഷണം നടത്താൻ, അല്ലാഹുവിന്റെ അടുത്ത് ഇരിക്കാൻ, അല്ലാഹു ആകുന്ന ദൃഷ്ടാന്തത്തെ അറിയാൻ കഴിവുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. നമ്മളുടെ ഭാര്യന്റെ വീട്ടിലേക്ക് പോകുമ്പോ നിങ്ങൾ എന്താ കൊണ്ടുപോവാ? ചില ബഖീലന്മാരുണ്ടാവും, ഒന്നും കൊണ്ടുപോവില്ല അല്ലേ? നല്ല പുതിയാപ്പിളമാർ നമുക്ക് അല്ലാഹു തരട്ടെ. ഭാര്യന്റെ വീട്ടിലേക്ക് ഭർത്താവ് പോകുമ്പോ എന്തൊക്കെ കൊണ്ടുപോകും? നല്ല മുന്തിരി, ആപ്പിൾ, ഫ്രൂട്ട്സ്, ഇതൊക്കെ കൊണ്ടുപോകും. ഫക്കീറന്മാരൊന്നും കൊണ്ടുപോകാൻ തോന്നുന്നു. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോ എന്തൊക്കെ കൊണ്ടുപോകും? വലിയ സമ്മാനം കൊണ്ടുപോകും. നമ്മളെ വീട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോകൂലേ? കൊണ്ടുപോവാത്ത ഒരു മനുഷ്യനും ഉണ്ടാവൂല. അങ്ങനെ കൊണ്ടുപോകാത്തവരുണ്ടെങ്കിൽ വലിയ ബഖീലന്മാരായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ബഖീൽ നടിക്കണ്ട. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുത്താകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അവിടുന്ന് ഫ്രൂട്ട് സാധനങ്ങളില്ല. തങ്ങളെ കയ്യിൽ ക്യാഷല്ല, തങ്ങളെ കയ്യിലൊന്നുമില്ല. തങ്ങൾ കാണാൻ പോകുന്നതാരെയാണ്? ഈ രാജ്യത്തിൻ്റെയോ ഈ രാഷ്ട്രത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെയോ ഏതെങ്കിലും കേവലം ഒരു നേതാവിനെയല്ല. ആദം നബി അലൈഹിസ്സലാം കണ്ടിട്ടില്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടിട്ടില്ല, മൂസാ നബി അലൈഹിസ്സലാം കണ്ടിട്ടില്ല, പ്രഗൽഭരായ അമ്പിയാക്കളാരും കണ്ടിട്ടില്ല. കാണാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു മലക്കുകളും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു മലക്കുകളും ഇന്നേ വരെ ചെല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് ഹബീബായ തങ്ങൾ പോകുകയാണ്. തങ്ങളെ കണ്ണ് സാധാരണ കണ്ണല്ല, തങ്ങളെ ശരീരം സാധാരണ ശരീരമല്ല, തങ്ങളെ കൈ സാധാരണ കൈയല്ല, തങ്ങളെ യാത്ര സാധാരണ യാത്രയല്ല. ഓ ജനങ്ങളെ, ഓ ഉമ്മമാരെ, ഇന്ന് ഞാൻ നിസ്കരിച്ചിട്ടുണ്ട്. ഇശാ നിസ്കരിച്ചിട്ടാണല്ലോ നിങ്ങൾ ഇവിടെ ഇരുന്നത്. രാവിലെ സുബ്ഹിക്ക് എഴുന്നേറ്റവരാണല്ലോ നിങ്ങൾ. അതേ ളുഹർ നിസ്കരിച്ചവരാണല്ലോ നമ്മള്. അതേ അസ്ർ നിസ്കരിച്ചവരാണല്ലോ നമ്മള്. ആ നിസ്കാരത്തിന് നിയ്യത്ത് വെച്ചു. എന്താണ് നിയ്യത്ത്? ഞാൻ നിയ്യത്ത് വെക്കുന്നത് അല്ലാഹ്
അള്ളാന്റെ മുമ്പിൽ നിൽക്കാനാണ്. ആ നിൽക്കുമ്പോ തക്ബീർ കൊണ്ട് തുടങ്ങണം. ആ തക്ബീർ കൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ നിന്റെ വാപ്പാനോടുള്ള സംസാരമില്ല, നിന്റെ മക്കളോടുള്ള സംസാരമില്ല. നീ സംസാരിക്കുന്നത് ആരോടാണ്? എന്റെ റബ്ബാകുന്ന അല്ലാഹുവിനോട് സംസാരിച്ചവരാണ് ഇന്ന് ഇശാ നിസ്കരിച്ചവരെങ്കിൽ ചോദിക്കട്ടെ ഉമ്മമാരെ, ഹബീബായ തങ്ങളുണ്ടല്ലോ, അള്ളാന്റെ മുമ്പിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ കയ്യിൽ എന്താണുള്ളത്? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. നിങ്ങൾ അത്തഹിയാത്ത് ഓതാറില്ലേ? തക്ബീർ ചൊല്ലിയിട്ട് റുക്കൂയിൽ പോകാറില്ലേ? ആ റുക്കൂയില് അള്ളാന്റെ തസ്ബീഹ് ചൊല്ലാറില്ലേ? സുജൂദിൽ അല്ലാഹുവിനെ വാഴ്ത്താറില്ലേ? നിങ്ങൾ അത്തഹിയാത്ത് ഓതാറില്ലേ? ഈ അത്തഹിയാത്ത് പഠിപ്പിച്ചു തന്നതാരാണ്? അത്തഹിയാത്തിന്റെ അർത്ഥം എന്താണ്? ആ അത്തഹിയാത്തിൽ എന്താണ് പറയുന്നത്? അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാ സമ്മാനങ്ങളും അല്ലാഹ് ഈ ലോകത്ത് ആരെല്ലാം പരസ്പരം സമ്മാനങ്ങൾ കൈമാറിയിട്ടുണ്ടോ, ആരെല്ലാം ഈ ലോകത്ത് സമ്മാനങ്ങൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ, ഏതെല്ലാം സമ്മാനങ്ങൾ ഇവിടെയുണ്ടോ, ഏതെല്ലാം സഹിയത്തുകൾ ഇവിടെയുണ്ടോ, അതെല്ലാം നിനക്കുള്ളതാണ് അല്ലാഹ്. എല്ലാം അല്ലാഹുവിൻ്റെതാണ് എന്ന് അർത്ഥം വരുന്ന അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. ഇല്ലേ? അല്ലാഹുവിന്റെ മുമ്പിലേക്ക് അങ്ങ് സമർപ്പിക്കുകയാണ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തയ്യിബാത്തുകളും, എല്ലാ തഹിയ്യത്തുകളും, എല്ലാ കാഴ്ചകളും നിനക്കാണ് അല്ലാഹ് എന്ന് സമർപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ചാരത്തേക്ക് പോകുമ്പോ കൊണ്ടുപോയത് അതാണ്. അപ്പൊ തങ്ങള് വിളിച്ചത് എന്താണ്? അള്ളാന്റെ മുമ്പിൽ പോയി സമ്മാനം കൊടുത്തപ്പോ തങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞത് എന്താണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് സലാം പറയുന്നു. അല്ലാഹുവേ, ഹബീബായ തങ്ങൾക്ക് സലാം പറഞ്ഞാൽ, തങ്ങളുടെ പേരിൽ ഖുർആൻ ഓതിയാൽ, തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ അതൊക്കെ തങ്ങൾ കേൾക്കൂല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവരെ ശർറുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ അല്ലാഹു ആരെ വിളിക്കുകയാണ്? നിങ്ങൾ മനസ്സിലാക്കണം, ആരാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? ആരെയാ വിളിക്കുന്നത്? ഉദാഹരണം പറയാ. ഉദാഹരണം, നിങ്ങളെ പേരെന്താ ഉസ്താദ്? ഇസ്മായിൽ ഉസ്താദ്. ഇസ്മായിൽ ഉസ്താദിനോട് നമ്മളെ അമ്മായി പറയാണ്, ഏത് നമ്മളെ മുഖ്യമന്ത്രി ബൊമ്മായി പറയാണ്, ഇസ്മായിൽ ഉസ്താദ് നിങ്ങൾ ഉടുപ്പിയിലുണ്ടല്ലോ? ഉണ്ട്. കന്നഡത്തില് നീ വലിയ ഇതീര അല്ലേ? നിങ്ങൾ അവിടെ ഉണ്ട്. ആ, ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ്. ആര് പറഞ്ഞു? മുഖ്യമന്ത്രി പറഞ്ഞു. ആരെ? നമ്മളെ ഇസ്മായിൽ ഉസ്താദിനെ കാണാൻ മുഖ്യമന്ത്രി പറയുന്നു ഞാൻ അങ്ങോട്ട് വരാന്ന്. അപ്പൊ ഇസ്മായിൽ ഉസ്താദിന്റെ സ്റ്റാൻഡേർഡ് എന്തുണ്ടാവും? എന്നെ ആരാ കാണാൻ വരുന്നത് എന്നറിയോ? എന്റെ ഭാഷ തിരിയുന്നില്ലേ? എന്നെ കാണാൻ വരുന്നത് ആരാന്നറിയോ? എന്നെ കാണാൻ വരുന്നത് ഈ രാജ്യത്തിലെ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു. ചില ആളെ വിളിക്കണ്ട, അലോ എന്ന് പറഞ്ഞാൽ മതി. എന്നെ വിളിച്ചിട്ട് മറ്റത് പറഞ്ഞെല്ലാം പറഞ്ഞു എന്ന് പറയും. ഇല്ലേ? അല്ലെ? കോന്ന് പറഞ്ഞാൽ കോഴിക്കോട് എന്ന് വായിക്കും.
അതുപോലെ എന്നെ ഇങ്ങോട്ട് മുഖ്യമന്ത്രി വിളിച്ചാൽ എന്നെ വിളിച്ചതാരാണ്? മുഖ്യമന്ത്രിയാണ്. ഈ രാജ്യത്തിന്റെ MLA ആണ്, ഇവിടത്തെ SP ആണ്, DC ആണ്. അതുകൊണ്ട് ഞാൻ വലിയ ഹാൻഡ് ഉള്ള ആളാണ് എന്ന് നാം ധരിക്കുന്നുണ്ടെങ്കിൽ ഹബീബായ തങ്ങളാരാണ്? അല്ല വിളിക്കുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. എന്തൊരു ബഹുമാനത്തിന്റെ വിളിയാണ്, എന്തൊരു ആദരവിന്റെ വിളിയാണ്, എന്തൊരു സ്നേഹത്തിന്റെ വിളിയാണ്, എന്തൊരു ബഹുമാനത്തിന്റെ വിളിയാണ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. ഓ നബിയേ, അങ്ങയുടെ പേരിൽ അല്ലാഹുവാകുന്ന എൻ്റെ രക്ഷ എന്ന കവചമുണ്ടല്ലോ, അത് നബിയേ തങ്ങളെ പേരിലുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് അല്ലാഹു ഹബീബായ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുന്നത്. ചോദിക്കട്ടെ ഉമ്മമാരെ, ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഇതുപോലെ വിളിച്ച ഒരു അമ്പിയാവുമില്ല, ഇതുപോലെ വിളിച്ച ഒരു നേതാവുമില്ല, ഇതുപോലെ ആദരവിന്റെ വിളി വിളിച്ച ഒരു നേതാക്കളും അല്ല പഠിച്ചിട്ടില്ല. ആ നേതാവിന്റെ ഉമ്മത്തിയാണല്ലോ ഞാനും നിങ്ങളുമാകാനുള്ള ഭാഗ്യം തന്നല്ലോ. ആ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ആ നേതാവ് വരുമ്പോൾ അല്ലാഹു ഒരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. ആ സമ്മാനമാണ് 5 നേരത്തെ നിസ്കാരം കേട്ടോ. അല്ലാഹു അത് നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. ഞാന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ കൊച്ചിയിൽ പോയിരുന്നു, എറണാകുളത്ത്. ഒരാളോട് ഞാൻ ചോദിച്ചു, അല്ലടോ നീ ഇന്ന് നിസ്കരിച്ചോ? ഞങ്ങൾ ഇന്ന് നിസ്കരിച്ചിട്ട. ഇന്നലെയോ? ഇന്നലെയും ഇല്ല. ഇല്ല, കഴിഞ്ഞ ജുമാക്ക് പോയി. ഇവിടെ അല്ലാത്തോണ്ട് ധൈര്യമായിട്ട് പറയാലോ. ഇത് വെറുതെ പറഞ്ഞല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ജുമാക്ക് പോയി. ഇനി എന്റെ നിസ്കാരം എപ്പോഴാന്നറിയോ? അടുത്ത വെള്ളിയാഴ്ച ജുമാ. ജുമാ സ്പെഷ്യൽ പാർട്ടി. നമ്മളെ കാക്കട്ടെ. ഹബീബായ തങ്ങള് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ എന്ന് പറഞ്ഞപ്പോ തങ്ങള് അത് മാത്രം പറഞ്ഞ്, നബിയെ അല്ലാ നിന്റെ രക്ഷ എനക്കുണ്ട്, എനക്ക് നിന്റെ രക്ഷയുണ്ട്, അത് മദീന തങ്ങൾ നിർത്തിയില്ല. തങ്ങള് പറഞ്ഞതെന്താണ്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അല്ലാ നിന്റെ രക്ഷ എനക്ക് മാത്രം പോരാ, ഫഖീറിനെ കട്ടയിൽ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന അതേ അബ്ദുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ട്, ആമിന എന്ന് പറയുന്ന ഉമ്മയുണ്ട്, ഫാത്തിമ എന്ന് പറയുന്ന ഉമ്മയുണ്ട്. ആ ഉമ്മാക്കും നിന്റെ രക്ഷ വേണേ അല്ലാ. എന്റെ സാലിഹീങ്ങളായ നിന്നെ വിശ്വസിച്ച, നിന്നെ കാണാതെ ഇബാദത്ത് ചെയ്യുന്ന അതേ സാലിഹീങ്ങളായ നിന്റെ അടിമകളുണ്ട് അല്ലാ, എന്റെ ഉമ്മത്തികളുണ്ട് അല്ലാ. അതുകൊണ്ട് അവർക്കും നിന്റെ രക്ഷ വേണം അല്ലാ. അതാണ് ജനങ്ങളെ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് നാം തഹിയ്യാത്തിലൂടെ ഹബീബായ തങ്ങള് അല്ലാഹുവിനോട് ഈ ഉമ്മത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി, ഈ ഉമ്മത്ത് രക്ഷപ്പെടണമെന്ന ചിന്തയോടുകൂടി ഹബീബായ തങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി ഹബീബായ തങ്ങൾ ദുആ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, സലാമത്തിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ, ആ
ഹബീബായ തങ്ങളെ നാം ഒരിക്കലും മറന്നുകൂടാ കേട്ടോ. ആ ഹബീബായ തങ്ങൾ പറഞ്ഞോ, ഓ മനുഷ്യ, നീ കള്ളു കുടിക്കണ്ട, നീ വ്യഭിചരിക്കണ്ട. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഓ നീ കഞ്ചാവിന്റെ അടിമയാകണ്ട. നിന്റെ കാഴ്ചയെ കുറിച്ച്, നിന്റെ ആരോഗ്യത്തെ കുറിച്ച്, നിന്റെ ചിന്തയെ കുറിച്ച്, നിന്റെ അടക്കത്തെ കുറിച്ച്, നിന്റെ അനക്കത്തെ കുറിച്ച് ചോദിക്കുമെന്ന് ഖുർആൻ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ഞാനെന്ത് കളിച്ചാൽ എന്താണ്, ഞാൻ കഞ്ചാവടിച്ചാൽ എന്താണ്, ഞാൻ അന്യപെണ്ണിനെ നോക്കിയാൽ എന്താണ്, ഞാൻ വ്യഭിചരിച്ചാൽ എന്താണ്, അന്യപെണ്ണിന് ഫോണിലൂടെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ എന്താണ്, അന്ന് ചോദിക്കാതിരിക്കുമോ? ഇരിക്കൂല കേട്ടോ. അല്ലാഹു ഒരിക്കലും നിന്നെ വിടൂല. അല്ലാഹു നമ്മെ കാക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ ഫക്കീറന ഗഡ്ഡയിലുള്ള ഈ നാട്ടിലുള്ള ഉമ്മമാരോട്, ഇതിന്റെ പരിസരത്തുള്ളവരോട്, ആ ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന സമ്മാനന്മാർക്കെല്ലാമാണ് വേണ്ടത്. ഹബീബായ തങ്ങൾ കൊണ്ടുവന്ന സമ്മാനം സ്വീകരിക്കാൻ തയ്യാറുള്ളവരൊന്ന് കൈവന്തിച്ച്. ആരുമില്ലേ? ഉറങ്ങുന്നുണ്ടോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ സമ്മാനമായിരുന്നു 50 വഖത്ത് നിസ്കാരമെങ്കിൽ അത് 5 ചുരുക്കിയതിന്റെ ചരിത്രം ധാരാളമുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുകയല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആ 50ന്റെ പവർ ഈ 5 വഖത്തിൽ അല്ലാഹു നമുക്ക് നൽകുകയാണ്. മാത്രമല്ല, നബി തങ്ങൾ പറയുകയാണ്, ഒരു നിസ്കാരമില്ലാത്ത മനുഷ്യനാരാണെന്നറിയോ? ബാഹ്യമായ നിലക്ക്, അതേ ലാഹിറായ നിലക്ക് ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത് അവന് പൊട്ടുതൊടലല്ല. അതേ, ഒരു അമുസ്ലിമായ മനുഷ്യൻ പൊട്ടുതൊട്ടു, മുസ്ലിം പൊട്ടുതൊട്ടില്ല എന്നല്ല. ചോദിച്ചു സഹാബത്ത്, ഏതാണ് നബിയെ ആ വ്യത്യാസം? അത് തർക്കുസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവനാണ് കാഫിർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. 5 വഖത്ത് നിസ്കാരം ആ സമ്മാനം എടുത്താൽ സുവലോക സ്വർഗമാകുന്ന സമ്മാനം ഞാൻ തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. പിന്നെ എനിക്കൊരു ജാമീന് നിങ്ങൾ നിൽക്കണം. എന്തേ? നിങ്ങൾ കോടതിയില്ലേ? കോടതിക്ക് എന്താ പറയാ? കോർട്ട്. ആ കോർട്ട്. ആ കോർട്ടിൽ ജാമീൻ നിൽക്കും. ഒരു കേസ് വാദിക്കാൻ എത്ര ജാമീൻ വേണം? അഡ്വക്കേറ്റാണ്, ജെൻഡാള് വേണം. എന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം തരുമെന്ന് ജാമീൻ നിൽക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ എന്താണ് ജാമീൻ നിൽക്കുക? നിങ്ങൾക്ക് സ്വർഗ്ഗം തരും, പക്ഷെ 2 കാര്യത്തിന് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം. രണ്ട് കാര്യ. ഒന്ന് ഏതാണെന്നറിയോ? നിന്റെ നിന്റെ 2 താടിയല്ലിന്റെ ഇടയിലുള്ള ഒരു സാധനമുണ്ട്. അതേതാണ്? നിന്റെ ലിസാൻ, നാവ്. അല്ലേ? അല്ലാഹു നമ്മളെ നാവ് നന്നാക്കി തരട്ടെ. വലിയ സാധനാണ് ഈ നാവ്. വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ. ഈ നാവ് കൊണ്ട് ഒരു ഫിത്ന ഉണ്ടായാൽ അത് ഒരു കൊലയേക്കാൾ ഏറ്റവും വലിയ ശക്തിയുള്ളതാണ്. പിന്നെ നിന്റെ 2 തൊടയുടെ ഇടയിലുള്ള ഒരു സാധനം, നിന്റെ ഗുഹീസ്ഥാനം, അതും നീ 2 സാധനവും അത് മിസ്യൂസ് ചെയ്യൂല. അത് സൂക്ഷിക്കുമെന്ന് നീ എനിക്ക് ജാമ്യം തന്നാൽ നിനക്ക് ഞാൻ സ്വർഗ്ഗം തരാം.
ഇത് പഠിപ്പിച്ചതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഓ ഉമ്മമാരെ, ഓ യുവാക്കളെ, ഇന്ന് വ്യഭിചാരത്തിന്റെ പിന്നാലെയാണ് ജനങ്ങൾ കേട്ടോ. അല്ലാ നീ കാക്കണേ മന്നാനെ, ഞങ്ങളെ ഉമ്മമാരെ നീ കാക്കണേ അല്ലാ. എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എവിടെയാണ്? ഞാൻ 2-3 ആഴ്ച മുമ്പ് മക്കയിലായിരുന്നു. അപ്പൊ മക്കയിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ ദ്വാരക്കണോ? ആയിക്കോട്ടെ, ഞാൻ ദ്വാരക്കാം. എന്താണ് നിന്റെ ഉദ്ദേശം? തങ്ങളെ എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അവള് എന്നെ ഒഴിവാക്കി എന്ന് എനിക്ക് പറയണം. എൻ്റെ ഭാര്യ എന്നെ ഒഴിവാക്കണം, ഞാൻ അങ്ങോട്ട് തലാക്കല്ലൂല, ഓള് ഇങ്ങോട്ട് തലാക്കല്ലോ. എങ്ങനെ? ഇപ്പൊ തലാഖിന്റെ വലിയ വിഷയം, അള്ളാഹു കാക്കട്ടെ. എന്റെ ഭാര്യ എന്നെ ഒഴിവാക്കി എന്ന് പറയണം, അതിന് തങ്ങൾ ദ്വാരക്കണോ? ഞാൻ ചോദിച്ചു, എന്താ മോനെ ഈ പറയുന്നു? എനിക്ക് 2 മക്കളുണ്ട്. അയാൾ പറയാണ്, എനിക്ക് 2 മക്കളുണ്ട്, എന്റെ ഭാര്യ എന്നെ സ്നേഹമില്ല തങ്ങളെ. എന്തേന്ന് ചോദിച്ചു. ഞാൻ എന്തൊരു ഗ്രാമില്ലേ, എന്താണ് ഇൻസ്റ്റാഗ്രാം, അതിലൂടെ പരിചയപ്പെട്ട ഒരു പെണ്ണുണ്ട്. ആ പെണ്ണുമായിട്ട് എനിക്ക് കല്യാണം കഴിക്കണം. എന്നിട്ട് ഈ ഭാര്യനെ തലാഖ് ചൊല്ലിയിട്ട് ആ പെണ്ണിനോ 2 മക്കളുണ്ട്, ആ പെണ്ണിനോ ഭർത്താവുണ്ട്. ആഖിറുസ്സമാനല്ലേ, മൊബൈലിലൂടെ പരിചയപ്പെട്ടു, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടു, വാട്സപ്പിലൂടെ പരിചയപ്പെട്ടു. ആ പരിചയം പുതുക്കി. അങ്ങനെ നീ വ്യഭിചാരത്തിന്റെ പിന്നാലെയായാൽ അല്ലാഹു നമ്മെ കാക്കട്ടെ. ഖുർആൻ പറഞ്ഞു, ലാ തഖറബുസ്സിന. അവിടെ സിന ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകണ്ടെന്നല്ല, സിനയിലേക്ക് എത്തുന്ന ഒരു പ്രവണത, സിനയിലേക്ക് എത്തുന്ന ഒരു ഫോൺ കോൾ നിന്നിലുണ്ടാകരുത് മോനെ എന്ന് ഖുർആൻ. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഒന്ന് ആലോചിക്കണേ. നിങ്ങൾ കണ്ടില്ലേ തുർക്കി എന്ന വലിയ രാജ്യം, ആ രാജ്യത്തിലുള്ള 50,000-ഓളം മനുഷ്യരെ അല്ലാഹു എന്താണ് ചെയ്തതെന്നറിയോ? നിങ്ങൾ പത്രമാധ്യമങ്ങൾ നോക്കിയിട്ടുണ്ടാകൂ. അത് അവിടെ തുർക്കിയിലാണ് തങ്ങളെ, ഞങ്ങളെ ഇന്ത്യയിലല്ല, ഞങ്ങളെ കർണാടകത്തിലല്ല. അത് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല. ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഈ ഭൂമിയെ കിടുകിടെ വറപ്പിക്കപ്പെട്ടാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ആ ഭൂമിയിലുള്ള വലിയ വലിയ ബിൽഡിങ്ങുകൾ, ആ ഭൂമിയുടെ അകത്തുള്ള സാധനങ്ങൾ പുറന്തള്ളപ്പെട്ടാൽ, വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യൻ പറയുന്നു, ഇതെന്തൊരു അത്ഭുതമാണ് അല്ലാ, ഇതെന്തൊരു അത്ഭുതമാണ് എന്ന് അല്ലാ എന്ന് പറയുന്ന ഒരു കാലം വരാനുണ്ട്. അത് വന്നെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എൻ്റെ ഉമ്മമാരെ, ഹറാമിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് അല്ലാഹുവിൻ്റെ ചിന്തയിലായി, ഹബീബായ തങ്ങളെ മഹബത്തിലായി, മഹാന്മാരുടെ പൊരുത്തത്തിലായി നാം ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി നിങ്ങളൊക്കെ വന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഹബീബായ തങ്ങളെ ഏറ്റവും വലിയ മിഅ്റാജിന്റെ രാവ്, ആ രാവ് നമ്മളിലേക്ക് കടന്നു വരുന്നു. അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ.
ഞങ്ങളെ രോഗികളാക്കല്ല അല്ലാ, ഞങ്ങളെ മോശമായ ചിന്തകളുള്ളവരാക്കല്ല അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ അല്ലാ. ആ തങ്ങൾ യാത്ര പോയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും പറഞ്ഞു, നബിയെ അല്ലാഹനെ കാണാൻ, അല്ലാഹുവിനെ കേൾക്കാൻ ഞങ്ങളെ നേത്രങ്ങളെ കൊണ്ട് മലക്കിന് സാധിക്കുകയില്ല. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന സന്തോഷം എത്രയാണ്! ആ സന്തോഷ നിമിഷങ്ങളിൽ മറക്കാത്ത നേതാവാണ് മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ മഹബത്ത് വെക്കണേ ചെറുപ്പക്കാരെ, ആ തങ്ങളെ ഇഷ്ടം വെക്കണേ ഉമ്മമാരെ. ഈ തങ്ങള് വഅല് പറയാൻ, തങ്ങള് നിങ്ങളെ ഉപദേശിക്കാൻ ഈ തങ്ങള് അതിനെ അറിയാനല്ല കേട്ടോ. ഹബീബായ തങ്ങളെ മനസ്സാകുന്ന മാണിക്ക കൊട്ടാരത്തിൽ മുത്തായ തങ്ങളെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മ വേണം. തങ്ങളെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലണം, തങ്ങളെ വിളിച്ചുകൊണ്ട് കരയണം, തങ്ങളോടൊരു സലാം പറയണം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. നിങ്ങളൊക്കെ ഒന്ന് അടുത്ത് നിൽക്കണം ഇൻഷാ അല്ലാഹ്. മുമ്പിലേക്ക് വരെ ഇവിടെ അടുത്ത് ഒരു ബറക്കത്തിന് വേണ്ടി ചെറിയ ഒരു ദുആ ചെയ്യുന്നതിന് മുമ്പ് ചെറിയ ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്താം. ഓ ചെറുപ്പക്കാരെ, ഓ ഉമ്മമാരെ, എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ മുഅ്മിനീങ്ങളെ, ഈ ഫഖീറിനെ കട്ടയിൽ റസൂലുള്ളാഹിന്റെ പേരിലുള്ള സലാത്തിന്റെ വാർഷികത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളതെങ്കിൽ അല്ലാഹ് കാണുന്നുണ്ട്. ഹബീബായ തങ്ങള് ഇന്നി ഹമിദുല്ലാഹ് മൻ സല്ലാ സലാത്തൻ വാഹിദ മൻ സല്ലാ സലാത്തൻ അലയ്യ മഅറൂദത്തുൻ അലയ്യ. നബി തങ്ങൾ പറയാണ്, എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങൾ ദിക്ർ ചൊല്ലിയതുപോലെയല്ല, ഖുർആൻ ഓതിയതുപോലെയല്ല, മറ്റുള്ള ഔറാദുകൾ ചൊല്ലിയതുപോലെയല്ല. എൻ്റെ പേരിൽ ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അത് എൻ്റെ നേരെ മുമ്പിലിരുന്ന് ചൊല്ലുന്നത് പോലെയാണ്. റബ്ബേ, ഞങ്ങളെ മജ്ലിസ് ആ നിലക്ക് നീ ആക്കി തരണേ അല്ലാ. ഹബീബായ തങ്ങളെ നീ ഞങ്ങളെ കണ്ണുകളെ കൊണ്ട് കാട്ടിച്ചു തരണേ അല്ലാ. എന്തൊരു ചന്തമാണ് ഹബീബായ തങ്ങൾ, എന്തൊരു ഭംഗിയാണ്, അവിടുത്തെ ഭംഗി എത്രയാണ്, അത് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ലല്ലോ. അല്ലാഹ് തന്നെ തങ്ങളെ കുറിച്ച് ഖുർആനിൽ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് വരുന്ന ഖുർആനിന്റെ ആയത്തിന്റെ ഏറ്റവും വലിയ വിശദീകരണം തങ്ങളുടെ ഭംഗിയെ കുറിച്ചാണല്ലോ. അതുകൊണ്ട് ഭംഗിയെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ഹബീബായ തങ്ങളെ മഹബത്ത് വെക്കണേ. തിരിച്ചു നിന്നെ രക്ഷപ്പെടുത്തുന്ന നേതാവുണ്ടെങ്കിൽ അത് ഹബീബായ തങ്ങളെ സ്നേഹിക്കണേ. അല്ലാ, ഖബറിലെത്തിയാൽ, ഞാൻ മരണപ്പെട്ടിട്ട് ഖബറിലെത്തിയാൽ അവിടെ എൻ്റെ ഉപ്പ വരൂലല്ലോ, ഖബറിന്റെ ഉള്ളിൽ എൻ്റെ വാപ്പ വരൂല, ഖബറിന്റെ ഉള്ളിൽ എൻ്റെ കൂടെ കിടന്ന അതേ ഭാര്യ വരൂല, എൻ്റെ മാറത്ത് കിടന്ന എൻ്റെ മക്കൾ വരൂല. ഖബറിന്റെ ഉള്ളിൽ വരുന്ന ഒരു നേതാവുണ്ട്. അതാരാണ്? താജ്ദാരെ മുഹമ്മദുർ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ഫഖീറിനെ കട്ടയിൽ മരണപ്പെട്ട അബ്ദുല്ലാ, നീ എന്റെ പേരിൽ റജബ് മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, നാളെ സ്വർഗ്ഗത്തിലെത്തിയാൽ അതേ നഹറും ഇസ്മുഹു റജബുൻ, അതേ ഒരു പുഴയുണ്ട്, ഒരു നഹറുണ്ട്, അതിന്റെ പേരാണ് റജബ്. അതാർക്കാണ് നബിയേ? ലിമൻ സല്ലാ അലൈക, നബിയേ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഹബീബായ തങ്ങൾ ചോദിച്ചപ്പോൾ തങ്ങളെ പേരിൽ റജബ് മാസത്തിൽ സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനിക്കാണ് കേട്ടോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, ഹബീബായ തങ്ങളെ കാണിച്ചു തരട്ടെ, തങ്ങളോടുകൂടെ സ്വർഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നിങ്ങളൊക്കെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ട് ഇല്ലേ? ഇവിടെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാറുണ്ട്. എല്ലാ പള്ളികളിലും പണ്ട് ഒരു ഖുത്ബ ഓതാറുണ്ട്. ആ ഖുത്ബ ഏതാണെന്നറിയോ? ഇബ്നുൻ നബാത്തുൽ മിസ്രി തങ്ങൾ ഉണ്ടാക്കിയ ഖുത്ബയാണ്. ആ ഖുത്ബ റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ട് തങ്ങൾ പറഞ്ഞതാണ് ആ ഖുത്ബ ഉണ്ടാക്കണമെന്ന്. ആ മഹാൻ പറയുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയാണ്, ആ ശിഷ്യന്റെ പേരാണ് ഇബ്നുൽ ഇമാദ്. ഖാല ഇബ്നുൽ ഇമാദ് എന്നാള് പറയുന്നു, വകാന റജുലൻ സാലിഹാ. ആരാണ്? അതേ ഇബ്നുൻ നബാത്തുൽ മിസ്രി തങ്ങൾ സാലിഹായ മനുഷ്യനാണ്. ആ മഹാനവറുകളെ കുറിച്ച് പറയാണ് റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനവറുകള് ഹബീബായ തങ്ങളെ കണ്ടു. എവിടെ വെച്ചാണ് കണ്ടത്? ഫിൽ മഖാബിരി, വലിയ ഖബർസ്ഥാനം, വലിയ മൈതാനിയിൽ വെച്ചിട്ട് കണ്ടു. ചോദിച്ചു, മഹാനവറുകൾ ചോദിക്കാണ്, വഖാല, എന്നിട്ട് പറയാണ് ലഹു, ഹബീബായ തങ്ങള് ഇബ്നുൻ നബാത്തുൽ മിസ്രി തങ്ങളോട് പറയാണ്, മർഹബൻ ബി ഖതീബി ഖുതബാ. ഓ ഖതീബന്മാർക്ക് ഖുത്ബ പഠിപ്പിച്ചു കൊടുത്ത മഹാനേ, അങ്ങേക്ക് സ്വാഗതമാണ്. വാദന റസൂലുള്ളാഹിന്റെ അടുത്ത് ഞാൻ വന്നു നിന്നു, നബി തങ്ങൾ എൻ്റെ അടുത്ത് വന്നു നിന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ എന്ത് ചെയ്തു? നബി തങ്ങൾ എൻ്റെ വായിലങ്ങ് തുപ്പിത്തന്നു. അല്ലാഹുവേ, കിനാവിലൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. സഹാബത്ത് കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ടുണ്ട്, ഔലിയാക്കളും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ കണ്ടിട്ടുണ്ട്. അല്ലാ, മഹാനവറുകൾ പറയാണ്, ഫലം തദൽ റായിയത്തുൽ മിസ്ക് തൂജദു ഫീഹി ഇലാ അൻ മതാ. അംബറിനേക്കാൾ എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഒരു സുഗന്ധം ഞാൻ ആസ്വദിച്ചിട്ടില്ല. അതിനേക്കാൾ ഒരു സുഗന്ധം എൻ്റെ മരണം വരെ എൻ്റെ വായിലുണ്ടായിരുന്നു. ഓ ജനങ്ങളെ, ഓ ചെറുപ്പക്കാരെ, ഈ ദുനിയാവ് ശാശ്വതമല്ല കേട്ടോ. ഇന്ന് രാത്രി തങ്ങൾ മരിച്ചാൽ, ഇന്ന് രാത്രി ഈ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ, അല്ലാ, ഒരു 3 ദിവസം അതേ നല്ല മനുഷ്യനാണല്ലോ ദുനിയാവിൽ വെച്ചേക്കാമെന്ന് തീരുമാനിച്ചുകൂടാ. ആ മനുഷ്യൻ വാസനിക്കുകയാണ്, അല്ലാ, വാസനിക്കുകയാണ്. ചീഞ്ഞു നാറുന്ന ബോഡിക്ക് വേണ്ടി നിരന്തരമായി അധ്വാനിക്കുന്ന മനുഷ്യ. ഇൻഷാ അല്ലാഹ് എൻ്റെ ചെറുപ്പക്കാരെ, ഹബീബായ തങ്ങളായിരിക്കണോ,
ആ തങ്ങളെ മഹബത്ത് വെച്ചാലോ അവന്റെ ശരീരം വാസനിക്കൂല, ശരീരം അതേ വാസനിക്കൂല. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലോ നിന്റെ ശരീരം ജീർണിക്കൂല. അതേ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാലോ നിന്റെ ഖബറിൽ ഹബീബായ തങ്ങൾ വന്നിട്ട് അതേ മുൻകറും നക്കീറും അലൈഹിസ്സലാം വരുന്നതിന് മുമ്പ് തങ്ങൾ നിന്റെ ഖബറിലെത്തും കേട്ടോ. ഇമാമിങ്ങളെ എഴുതി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ചെറുപ്പക്കാരെ ഒന്ന് ശ്രമിക്കണേ. ചുരുങ്ങിയത് ഒരു 101 വട്ടം ഞാൻ ഒരു 6 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്നപ്പോ നിങ്ങളോട് കൈപൊക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും എൻ്റെ മുത്തിന്റെ പേരിൽ ഞാനൊരു 100 സ്വലാത്തെങ്കിലും 101 സ്വലാത്തെങ്കിലും ചെല്ലുമെന്ന് പറയുന്നവർ അല്ലാഹുവേ നീ ഭാഗ്യം തരണേ അല്ലാ, തൗഫീഖ് തരണേ അല്ലാ, ഹബീബായ തങ്ങളെ കാണാനുള്ള ഭാഗ്യം തരണേ അല്ലാ, സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അങ്ങനെ ചെല്ലു എന്ന് പറയുന്ന ആളൊന്ന് കൈവന്തിച്ചേ. എല്ലാ ദിവസവും അല്ലാഹു അക്ബർ, നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. മഞ്ചേരിയിലുണ്ട് നമ്മളെ ഒരു അലവിയാജി എന്ന് പറയും. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ കുമ്പൂല് വന്നിട്ട് തങ്ങളെ ഞാൻ വന്നത് ഇന്നലെ പറഞ്ഞു സുൽത്താൻ ഉലമ ഉസ്താദിന്റെ അടുത്ത് ഞാൻ പോയിട്ടാണ് വരുന്നത്. ഞാൻ ചോദിച്ചത് 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യാണ്. എന്നിട്ട് 14 പോയിന്റ് ക്രിയാറ്റിൻ അല്ലാഹു ശിഫാക്കി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തൊക്കെ ചൊല്ലിക്കോ. കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറഞ്ഞോ. എന്നിട്ട് ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് വരികയാണ്. ഇപ്പൊ പരിശോധിക്കുമ്പോ 0 പോയിന്റിലാണ് ക്രിയാറ്റിൻ നിൽക്കുന്നുള്ളത്. ഹബീബിന്റെ ബറക്കത്ത് കണ്ടോ, സ്വലാത്തിന്റെ ബറക്കത്ത് കണ്ടോ. നിങ്ങൾ ഹബീബിനെ മറക്കരുത്. ആ മുത്തിനെ നമ്മളെ ചങ്കിലെ ചോരയായി കാണണം. ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഈ തങ്ങൾ അതിന് ചെയ്യണം. നിങ്ങളെ മുമ്പിൽ ഈ തങ്ങൾ വയലു പറഞ്ഞു എന്നല്ല, നാളെ ആഖിറത്തിലെത്തുമ്പോ നിങ്ങൾ ചെയ്യാത്ത കാര്യം എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളൊക്കെ ദ്വാർക്കണം. തങ്ങൾ വലിയ ആളൊന്നുമല്ല. അല്ലാഹുവിന്റെ ഹബീബിനെ ഒരാൾ മഹബത്ത് വെച്ചാൽ തങ്ങൾ കൈവടിയൂല, ഒരിക്കലും കൈവടിയൂല. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. വല സൗഫ യുതീക റബ്ബുക ഫതർലാ, അല്ലാഹു തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ തങ്ങൾ നമുക്ക് തരും, ഒരു സംശയവുമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ആ ഖബറിലെത്തിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ ഖബറിന്റെ ഉള്ളിൽ മൂടുപലക വെച്ച് എങ്ങനെ ഉണ്ടാവും. അപ്പൊ വലിയ പാമ്പ് വന്ന് കാലിൽ ചുറ്റി എന്താവും. നമ്മളെ വീട്ടിന്റെ ഉള്ളില് ഒരു പാമ്പ് വലിയ ഉച്ചി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വീട്ടിന്റെ ഉള്ളിൽ കേറുവോ? നല്ല വിഷമുള്ള പാമ്പുണ്ട് എന്ന് പറഞ്ഞാൽ കേറൂല. എന്താ ഖബറിൽ നിന്നെ വെച്ചാൽ ഓ ചീത്ത പറഞ്ഞ മനുഷ്യ, മാതാപിതാക്കളെ വെറുപ്പിച്ച മനുഷ്യ, അയൽവാസിയെ വെറുപ്പിച്ച മനുഷ്യ, ഖബറിൽ പാമ്പ് വരും കേട്ടോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ ഖബറിൽ അതൊന്നും വരാതിരിക്കാൻ, പ്രകാശം കിട്ടാൻ സ്വലാത്ത് ഹബീബിന്റെ പേരിൽ ചൊല്ലണം. ഈ റജബ് മാസത്തിൽ ധാരാളം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ശഅബാനാണ് വരുന്നത്, ആ ശഅബാനിലേക്ക് ഒരുങ്ങണം. റമളാനാണ്, ഒരുപാട് പറയാനുണ്ട്, സമയമില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ റമളാനിലേക്ക് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞു, തങ്ങളെ ഈ നാട്ടില് ഉസ്താദ് പറഞ്ഞു മദ്രസയിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ എന്തില്ല, ഒരു സൗകര്യമില്ല അല്ലെ പ്രസിഡന്റ്, അതന്നെയല്ലേ. അപ്പോ ഞാൻ ഈ ഫക്കീറിനെ കട്ടേന്ന് വിചാരിച്ചപ്പോ ഫക്കീറന്മാരൊന്നും ഉണ്ടാവൂല എന്ന് കരുതി. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ അഹീനി മിസ്കീന വഹമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഹബീബായ തങ്ങള് നേരെ എഴുന്നേറ്റ് നിന്നിട്ട് സഹാബത്തിന്റെ മുന്നിൽ ഒരു പ്രസംഗം നടത്തി. എന്താണ്? ഓ സഹാബത്തെ, നിങ്ങളെ ആരുടെയെങ്കിലും കയ്യിൽ
ഈ മദീനത്തെ പള്ളിയിലേക്ക് സ്ഥലം വാങ്ങാൻ കാശുണ്ടോ എന്ന് ചോദിച്ചു. ആരോടാ ചോദിക്കുന്നത്? ഉടുതുണിക്ക് ഒരു മറുതുണി ഇല്ലാത്ത സഹാബത്തിനോട്. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അബീ ഖുഹാഫ എന്ന് പറഞ്ഞ മോനല്ലേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയും, എൻ്റെ ഉപ്പാന്റെ തലങ്ങണിന്റെ അടിയിൽ നബിയെ കുറച്ച് ദീനാറുണ്ട്, അത് കൊണ്ടുവരട്ടെ. അവസാനം അതല്ലാതെ വേറൊന്നുമില്ല, അത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കൊടുക്കുക. അതുകൊണ്ട് എൻ്റെ ഈ നാട്ടിലുള്ളവരെ, അല്ലാഹുവിന്റെ ഇൽമിന് വേണ്ടി, ദീനിന് വേണ്ടി ഒരാൾ സഹായിച്ചാൽ എൻ്റെ ഖബറിൽ അത് വരും. ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഖബറിൽ അതൊരു